ഇപ്പോൾ നമുക്കപ്പം സന്തോഷ് ട്രോഫി മുൻ താരവും പരിശീലകനും കമന്റേറ്ററും ഒക്കെ ആയിട്ടുള്ള എബിൻ റോസ് ചേരുന്നുണ്ട്. എബിൻ, കാത്തിരുന്ന ഒരു പോരാട്ടം, അത് ഒരു ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുന്ന പോരാട്ടം കൂടിയാവുന്നു എന്നത് കുറച്ചുകൂടി ആവേശകരമാണ്. എംബാപ്പെ ഓർ ഹാലൻഡ്, നമുക്കൊരു ഉത്തരം പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല, പക്ഷം പിടിക്കാം. എങ്ങനെ വിലയിരുത്താം ഇന്നത്തെ മത്സരത്തെ, ഈ രണ്ട് താരങ്ങളെ? തീർച്ചയായിട്ടും വളരെ എക്സൈറ്റഡ് ആകുന്ന മത്സരം പ്രതീക്ഷിക്കുന്നു. കാരണം എർലിംഗ് ഹാലൻഡ് മാത്രമല്ല, അറ്റാക്കിംഗ് നിരയിലെ ഒഡഗാർഡ്, നമുക്കറിയാം ആഴ്സണലിനൊപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടിയ കിരീടം നേടിയ ക്യാപ്റ്റൻ ഒഡഗാർഡും ഉണ്ട്. അതിനോടൊപ്പം നല്ലൊരു മിഡ്ഫീൽഡ് നിരയുണ്ട്. പക്ഷെ എതിർവശത്ത് നമുക്കറിയാം ഫ്രാൻസ് ആണ് ഈ ലോകകപ്പിലെ ചാമ്പ്യൻസ് ആകുമെന്ന് കരുതുന്ന ടീമുകളിൽ ഒന്നായ ഫ്രാൻസ് ആണ്. എല്ലാ മേഖലകളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിൽക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ എംബാപ്പയും ഹാലൻഡും തമ്മിലുള്ള ഒരു പോരാട്ടം വ്യത്യസ്തമായിരിക്കും. കാരണം രണ്ടുപേരും ശാരീരികമായ കരുത്ത് കൊണ്ടും വേഗത കൊണ്ടും എതിർ ഡിഫൻസുകളെ കീഴ്മുറിക്കുന്ന കളിക്കാരാണെങ്കിൽ അവർ വ്യത്യസ്തമായ ശൈലിയിലാണ്. അതായത് വിങ്ങുകൾ കൂടുതലായി യൂസ് ചെയ്ത് കളിക്കുന്ന എംബാപ്പയും, അതായത് അറ്റാക്കിംഗ് സോൺ മാത്രം, അതായത് മിഡ്ഫീൽഡ് തേർഡില് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായ പ്ലെയറായ ഹാലൻഡും തമ്മിലുള്ള ഒരു മത്സരം പോരാട്ടം തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിലെ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച മത്സരമായിട്ട് മാറാൻ സാധ്യത ഏറെയാണ്. ഈ രണ്ട് താരങ്ങളുടെ ഈ പറഞ്ഞു കഴിഞ്ഞു, ഒരാൾ വേഗതയാണ്, മറ്റൊരാൾ ഫിനിഷിംഗ് ആണ്. അത് തന്നെയാണ് രണ്ട് പേരുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി നമുക്ക് എടുത്തു പറയാവുന്നത്. നമ്മള് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, മാഞ്ചസ്റ്റർ സിറ്റിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് സമീപകാലത്ത് ചെറുതായിട്ടൊന്ന് മങ്ങിയെങ്കിലും വേൾഡ് കപ്പോടെ കൂടി ആ ഫോം അദ്ദേഹം തിരിച്ചെടുത്തിരിക്കുകയാണ്. എർലിംഗ് ഹാലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിനകത്ത് മായാജാലം സൃഷ്ടിക്കുന്നത്, അദ്ദേഹത്തിന്റെ കരുത്ത് കൊണ്ട് ഡിഫൻസിനെ വകഞ്ഞു മാറ്റി ഗോൾ നേടാൻ മിടുക്കനായത്, അവസരങ്ങൾ ഓപ്പർച്യൂണിസ്റ്റ് ഗോൾ സ്കോറാണ്. പക്ഷെ മറുവശത്ത് കിലിയൻ എംബാപ്പെ രണ്ട് വിങ്ങുകളിലും വളരെ ഫാസ്റ്റ് ആയിട്ട് ബോൾ കളക്ട് ചെയ്തുകൊണ്ട് മിഡ്ഫീൽഡിനെ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ അറ്റാക്കിങ്ങിൽ ഗോൾ നേടാൻ വളരെ വേഗത, അദ്ദേഹത്തിന്റെ വേഗത നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത അത്രയല്ലേ ഒരു ഡിഫൻഡർക്ക് പ്രതീക്ഷിക്കുന്നതിനും തടയാൻ കഴിയുന്നതിനും അപ്പുറം വേഗതയാണ് പലപ്പോഴും അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഫിനിഷിംഗിൽ കുറച്ചുകൂടെ ശ്രദ്ധ വഹിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് ജനറേഷനിലെ ഏറ്റവും മികച്ച രണ്ട് താരങ്ങൾ ആരാണ് മികച്ചവര്, നമ്മൾ പറയുന്ന പോലെ മെസ്സി, റൊണാൾഡോ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എംബാപ്പെ, ഹാലൻഡ്, യമാൽ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു പ്ലേയേഴ്സ് ആണ് ഇറങ്ങി വരുന്നത്. അവർക്കൊപ്പം ഏറ്റവും മുൻനിരയിൽ തന്നെയാണ് എംബാപ്പെ, ഹാലൻഡ്. ഇന്നത്തെ മത്സരത്തിലെ ഒരു പ്രഡിക്ഷൻ എന്തായിരിക്കും? ഫ്രാൻസിന് അഡ്വാൻറ്റേജ് കൊടുക്കേണ്ടി വരുമോ? നമുക്ക് ശരിക്കും ഒരു മാച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഒരു പറയാനൊരു ഭയമാണ് പരിശീലകനായതിനു ശേഷം. കാര്യം ട്രോളുകളൊക്കെ ധാരാളം വരുന്നുണ്ട്. എന്നാലും ഞാൻ പറയാം, നല്ലൊരു മത്സരം. 2-1 ഫിസിക്കലി കരുത്തര് തമ്മിലുള്ള ഒരു പോരാട്ടത്തിലെ സ്പേസ് കുറവായിരിക്കും. ഇരു ടീമുകളുടെ സ്ട്രെങ്ത് അറിയാം. ഇരു ടീമുകൾ ഒരേ ശൈലിയിലായതുകൊണ്ട് തന്നെ ടിപ്പിക്കൽ യൂറോപ്യൻ ശൈലിയിൽ ഫ്രാൻസിന് ജയിക്കാനാണ് സാധ്യത കൂടുതൽ. യെസ്, താങ്ക് യു എബിൻ റോസ്. നമുക്ക് ഗോൾക്കോനൊപ്പം ചേർന്നതും ഈ രണ്ട് താരങ്ങളെക്കുറിച്ച് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. സന്തോഷ് ട്രോഫി മുൻ താരമാണ്, ഒപ്പം തന്നെ പരിശീലകനാണ്, കമന്റേറ്ററാണ്. അങ്ങനെ എല്ലാ തരത്തിലും നിറഞ്ഞു നിൽക്കുന്ന എബിൻ റോസ് ആണ് ഇപ്പോൾ ഗോൾക്കാനയിൽ ചേർന്നതും ഈ സൂപ്പർ താരങ്ങളുടെ വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.